ഇപ്പോൾ മുതൽ സകല തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കും. സഭയുടെ മാതാവിനെ പാടി പുകഴ്ത്താൻ എല്ലാവരെയും ഹൃദ്യമായി ആവേ മരിയ പ്രോഗ്രാമിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഓഗസ്റ്റ് 3-ാം തീയതി ഇറ്റലിയിൽ ജീവിച്ചിരുന്ന നേഴ്സായി ജോലി ചെയ്തിരുന്ന പിയറിന ഗല്ലി എന്ന യുവതിക്ക് പരിശുദ്ധി അമ്മ പ്രത്യക്ഷപ്പെട്ടത് അതീവ സുന്ദരിയായി നെഞ്ചിൽ 3 റോസപുഷ്പങ്ങളുമായി യുവതിയായിട്ടാണ്. വെള്ള, ചുവപ്പ്, സ്വർണ്ണ നിറം ഈ 3 റോസപുഷ്പങ്ങൾ 3 കാര്യങ്ങളെ സൂചിപ്പിക്കുന്നു: പ്രാർത്ഥന, പ്രായശ്ചിത്തം, പരിഹാരം. ഈ 3 കാര്യങ്ങൾ ലോകത്തിനു വേണ്ടി അനുഷ്ഠിക്കണമെന്ന് അമ്മ മകളെ ഓർമ്മപ്പെടുത്തി. എല്ലാ മാസവും 1-ാം തീയതി മുതൽ 13-ാം തീയതി വരെ പരിശുദ്ധ അമ്മയോട് പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നവർക്ക് വലിയ വാഗ്ദാനങ്ങളും അമ്മ ഉറപ്പിച്ചു പറഞ്ഞു. ദിവ്യരഹസ്യങ്ങളുടെ ഈ റോസപുഷ്പത്തോട് ചേർന്ന് ഈ ഗാനത്തിലൂടെ നമുക്കും പ്രാർത്ഥിക്കാം. അനുഗ്രഹങ്ങൾ സമ്പാദിച്ച് സ്വർഗത്തിൻ്റെ ഗോവണിയായ അമ്മയിലൂടെ നമുക്ക് യാത്ര ചെയ്യാം. പാപങ്ങളും പ്രലോഭനങ്ങളും എന്നെ വീഴിക്കാൻ ശ്രമിക്കുമ്പോൾ ആത്മാവിൻ്റെ ആയുധങ്ങൾ അമ്മേ മാതാവേ എന്നെ അണിയിക്കണമേ. പരിശുദ്ധയമ്മേ, എൻ്റെ ജീവിതത്തിലും കൃപയായി നീ പെയ്തിറങ്ങി എന്നെ അനുഗ്രഹമാക്കണമേ. ഭാരത മണ്ണിലെ വേളാങ്കണ്ണിയിലും ചെയ്തത്
ഈശോയിൽ സ്നേഹമുള്ളവരെ, പരിശുദ്ധ അമ്മയോട് ചേർന്നുള്ള ഈ സ്നേഹയാത്രയിൽ പ്രാർത്ഥനാപൂർവ്വം നമുക്ക് ആരംഭിക്കാം. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ നല്ല ദൈവമേ, ഞങ്ങൾ നന്ദി പറയുന്നു. അവിടുത്തെ സ്നേഹ തിരുമടിയിൽ ഞങ്ങൾ ഒന്നു ചേരട്ടെ കർത്താവേ. പരിശുദ്ധ അമ്മയുടെ നിർമ്മലമായ സ്നേഹത്തിലേക്ക് ഈശോനാഥ അങ്ങ് ഞങ്ങളെ കൂട്ടിക്കൊണ്ടു പോകുന്നു. അമ്മേ, യേശുവിലേക്കുള്ള രുജുവായ പാത അമ്മയാണ്. എപ്പോഴും ആ രക്ഷയെ പുലുകുവാൻ തക്കവിധം ഞങ്ങളുടെ ചിന്തയും ഭാവനയും ബുദ്ധിയെയും അറിവിനെയും ഒക്കെ പ്രകാശിതമാക്കുവാൻ സൽബുദ്ധിയുടെ മാതാവേ, ബോധജ്ഞാനത്തിന് സിംഹാസനമായ അമ്മേ, കൂടെയായിരിക്കണമേ. ആമേൻ. ഈശോയിൽ സ്നേഹമുള്ളവരെ, പരിശുദ്ധ അമ്മ ദിവ്യകാരുണ്യത്തിൻ്റെ അമ്മ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നു. എന്ന് പറഞ്ഞാൽ ആദ്യത്തെ ദിവ്യകാരുണ്യ പ്രദക്ഷിണം നടത്തിയത് അമ്മയാണ്. ദിവ്യകാരുണ്യത്തെ ഉദരത്തിൽ വഹിച്ചുകൊണ്ട് അമ്മ എലിസബത്തിനെ ശുശ്രൂഷിക്കാൻ വേണ്ടി പോവുകയാണ്, ഇളയമ്മയെ. നമുക്കറിയാം, ദിവ്യകാരുണ്യം ഹൃദയത്തിൽ പേറുന്ന ഒരു വ്യക്തിക്ക് എപ്പോഴും ദൈവരാജ്യത്തിനു വേണ്ടി ഓടുവാൻ ഉള്ള പ്രചോദനവും ഊർജവും ലഭ്യമാണ്. അല്ലെങ്കിൽ ആ ജീവിതത്തിന് എന്തോ പ്രശ്നമുണ്ടെന്ന് ചുരുക്കം. പ്രിയമുള്ളവരെ, ദിവ്യകാരുണ്യം സ്നേഹ വെളിച്ചം നമ്മളിൽ നിന്നും പ്രസരിപ്പിക്കുന്ന തലത്തിലേക്ക് നമ്മളെ നയിക്കും. പരിശുദ്ധ കുർബാനയോടുള്ള വലിയ സ്നേഹത്തിന് ഒരു തുറവി നമുക്ക് കിട്ടുന്നില്ല എങ്കിൽ അതിനർത്ഥം പരിശുദ്ധ അമ്മയോട് നമുക്ക് സ്നേഹമില്ലെന്നാണ്. പരിശുദ്ധ മാതാവിനോട് നമുക്ക് ഹൃദയസ്നേഹം ബന്ധമുണ്ടോ എങ്കിൽ നമ്മൾ ചെന്നെത്തുന്നത് പരിശുദ്ധ കുർബാനയിലായിരിക്കും. പരിശുദ്ധ കുർബാനയോടുള്ള വലിയ സ്നേഹത്താൽ കെട്ടപ്പെട്ടു കിടക്കുന്ന ഒരു അനുഭവം ഉണ്ടാകും പരിശുദ്ധ മറിയത്തെ സ്നേഹിച്ചാൽ. മറ്റൊരു രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ, അമ്മയെ സ്നേഹിച്ചാൽ നമ്മൾ ചെന്നെത്തുന്നത് ദിവ്യകാരുണ്യനാഥനിലായിരിക്കും. അമ്മയെ സ്നേഹിക്കുന്ന മക്കൾക്ക് പരിശുദ്ധ കുർബാനയോട് അവർണ്ണനീയമായൊരു ബന്ധം ഉണ്ടാകും. ആദ്യം ഒരു ആ മാതാവിനോടൊക്കെ സ്നേഹമൊക്കെ ആയിരിക്കും. പിന്നെ ആ മാതാവിനുള്ള സ്നേഹം ആഴപ്പെട്ട് അവസാനം എന്ത് സംഭവിക്കുന്നു? അമ്മ ഈശോയിലേക്ക് കൊണ്ടെത്തിക്കും. അതുകൊണ്ടാണ് വിശുദ്ധ യോഹന്നാൻ സുവിശേഷം 2-ാം അധ്യായം 5-ാം വാക്യം, അവൻ പറയുന്നത് ചെയ്യുവിൻ. മരിയഭക്തി എപ്പോഴും യേശുവിലേക്ക് വഴിതെളിക്കുകയാണ്, അവിടെ കൊണ്ട് എത്തിക്കുകയാണ്. അത് മറിയത്തിൽ തങ്ങി നിൽക്കുന്നതല്ല. എപ്പോഴും അമ്മയെ സ്നേഹിക്കുമ്പോൾ അമ്മ ഈ കുഞ്ഞിനെ നെഞ്ചോട് ചേർത്ത് ഈശോയുടെ കയ്യിലേക്ക് കൊടുക്കും. ആ രക്ഷയെ പുലുകുവാൻ അമ്മ ഇടയാക്കും. ചിലരൊക്കെ പറയാറുണ്ട്, കുർബാനയിലൊക്കെ പങ്കെടുക്കും എന്നല്ലാതെ വലിയൊരു തീഷ്ണതയൊന്നുമില്ല. ചിലപ്പോൾ കാണാൻ പറ്റുമല്ലോ, പള്ളിയിൽ വരും, മോണടത്ത് നിൽക്കും, ചുമ്മാ പുറംതിരിഞ്ഞിരിക്കും, കോട്ടുവായിടും, ഉറക്കം തൂങ്ങും, അല്ലെങ്കിൽ ഇവർ ചാരി ഭിത്തിയിലേക്ക് ഇരിക്കും. അവിടെ നടക്കുന്ന ആ ദിവ്യകാരുണ്യ സ്നേഹത്തിൻ്റെ കൂദാശയായ പരിശുദ്ധ കുർബാന പരികർമ്മം ചെയ്യുമ്പോൾ അതിൻ്റെ മേന്മയോ അതിൻ്റെ മൂല്യമോ തിരിച്ചറിയാൻ കഴിയുന്നില്ല പ്രിയമുള്ളവരെ. എന്നാൽ പരിശുദ്ധ അമ്മയോടുള്ള ഒരു സ്നേഹം നമ്മുടെ ഹൃദയത്തിലുണ്ടെങ്കിൽ നമ്മൾക്ക് എത്ര കുർബാനയുടെ ഭക്തിയില്ലെങ്കിലും ക്രമേണ ദിവ്യകാരുണ്യ ബന്ധത്തിലേക്ക് ഈ അമ്മ നമ്മളെ ചേർത്ത് നിർത്തും. അതിന് കാരണം എന്താണെന്നറിയാമോ? അതിന് കാരണമുണ്ട്. പറുദീസയിൽ ആദ്യ മാതാവായ ഹവ്വ ഒരു വൃക്ഷത്തിൽ നിന്നും ദൈവം വിലക്കിയ ആ കനി സാത്താൻ്റെ പ്രേരണ കൊണ്ട് പറിച്ച് ആ പ്രലോഭനത്തിൽപ്പെട്ട് അരുതെന്ന് വിലക്കിയ ആ കനി, ആ ഫലം പറിച്ച് മനുഷ്യന് കൊടുത്തു. അത് കഴിച്ച മനുഷ്യൻ മരിച്ചു. ആത്മീയമായി ഒരു ദർശനമാണല്ലോ അത്. ആ പഴം കഴിച്ചു, മനുഷ്യൻ മരിക്കുകയാണ്. മനുഷ്യൻ ദൈവികതയുടെ ആ റേഞ്ചിൽ നിന്നും പുറത്തു പോവുകയാണ്. നിങ്ങൾ പരിധിക്ക് പുറത്താണെന്ന് പറയുന്നത് പോലെ. അതേ പ്രിയമുള്ളവരെ, ആ മനുഷ്യനെ വീണ്ടെടുക്കുവാൻ കരുണാമയനായ ദൈവം മനസ്സാവുകയാണ്. ദൈവം വീണ്ടും പദ്ധതി ഒരുക്കുമ്പോൾ
ദൈവത്തിൻ്റെ ആ പദ്ധതിയുടെ പൂർണ്ണത ആ പർദീസയിലെ വൃക്ഷം എന്ന പോലെ ആ ദൈവം മറ്റൊരു വൃക്ഷം നടുവാൻ മനസ്സാവുകയാണ്. അല്പം ഭാവനാപൂർവ്വം നമ്മൾ കാണുന്നു, കാൽവരിയിലാണ് ആ വൃക്ഷം. അത് കുരിശെന്ന മരമാണ്, കുരിശുമരം. അവിടെ നമ്മൾ കാണുന്നില്ലേ ആ കുരിശുമരത്തിൽ മറ്റൊരു ഫലം. പറുദീസയിൽ അരുതെന്ന് ദൈവം വിലക്കിയ ആ വൃക്ഷത്തിൽ ഒരു ഫലമുണ്ടായിരുന്നു. ആ ഫലം കഴിച്ചാൽ മനുഷ്യൻ മരിക്കുമെന്ന് ദൈവത്തിന് അറിയാമായിരുന്നു. അത് കഴിച്ചു മരിച്ചു എങ്കിൽ ഈ കാൽവരിയിലെ വൃക്ഷത്തിൽ ഇതാ ഒരു ഫലം. ആ ഫലം പരിശുദ്ധ മറിയത്തിൻ്റെ ഉദരഫലമാണ്. ഇനി ആ ഫലമോ അത് അനന്തകാരുണ്യമാണ്, അത് ദിവ്യകാരുണ്യമാണ്, അത് നിത്യകാരുണ്യമാണ്. ആ ഫലം ഭക്ഷിക്കുന്ന മർത്യൻ ജീവിക്കും. അപ്പോൾ ആ കുരിശുമരത്തിലെ ഫലം അത് ദിവ്യകാരുണ്യം, അത് യേശു തൻ്റെ ജീവൻ ബലിയാക്കി നൽകി ലോകത്തിന് നൽകുകയാണ്. ആ ശരീരം ഭക്ഷിക്കുകയും ആ രക്തം പാനം ചെയ്യുന്നവനും ജീവനുണ്ട്. അവർക്കേ ജീവനുള്ളൂ. അതുകൊണ്ട് പ്രിയമുള്ളവരെ, പരിശുദ്ധ കുർബാനയിൽ ആശ്രയിക്കാതെ ആ കുർബാനയെ പുൽകാതെ ജീവനുണ്ടാവുക സാധ്യമല്ല. പരിശുദ്ധ കുർബാനയെ നിന്ദിക്കുക, അവഹേളിക്കുക, ആ ദിവ്യകാരുണ്യത്തിൽ നിന്നും അകന്നു പോവുക, അതിന് കാരണം ഒന്നേ ഉള്ളൂ, അമ്മയെ സ്നേഹിക്കുന്നില്ല. അമ്മയെ സ്നേഹിക്കുന്ന മക്കൾ ദിവ്യകാരുണ്യത്തിലേക്ക് അറിയാതെ അടുത്തുകൊണ്ടേയിരിക്കും. അമ്മ കൊണ്ടെത്തിക്കും ദിവ്യകാരുണ്യത്തിൽ. കാരണം അവളുടെ ഉദരഫലമാണത്. അവളുടെ ഉദരത്തിലാണ് ദിവ്യകാരുണ്യം നിറവായത്. വചനം മാംസമായല്ലോ. അതേ പ്രിയമുള്ളവർ, അതുകൊണ്ടാണ് നമ്മൾ കണ്ടിട്ടില്ലേ, ജപമാല മാസമൊക്കെ വരുമ്പോൾ ദിവ്യകാരുണ്യം എഴുന്നള്ളിച്ചു വെച്ചത് കൊന്ത ചെല്ലും. ചിലരെങ്കിലും ഓർത്തിട്ടുണ്ട്, എന്തിനാ ഇങ്ങനെ പരിശുദ്ധ കുർബാനയുടെ മുമ്പിൽ കൊന്ത ചെല്ലുന്നത് എന്തിനാ? പ്രിയമുള്ളവരെ, ഓരോ ദിവ്യകാരുണ്യവും ഒരു പ്രതീകം തന്നെ. എങ്ങനെ? ദിവ്യകാരുണ്യം ജീവിക്കുന്ന ദൈവത്തിൻ്റെ നിറവ് തന്നെയാണ്. അത് യഥാർത്ഥ ഭോജ്യം തന്നെയാണ്. ആ പ്രതീകം എന്ന് ഞാൻ പറഞ്ഞത്, ആ അരുളിക്ക് എന്ന് പറയുന്നത് ഒരു കാൽവരി കുരിശിൽ കിടക്കുന്ന ഈശോയുടെ ഒരു ചിത്രം നമ്മളെ കാണിച്ചു തരികയാണ്. ആ ജീവിക്കുന്ന ദൈവം ദിവ്യകാരുണ്യമായി തിരുവോസ്തി രൂപനായി ഈ അരുളിക്കലിരിക്കുമ്പോൾ ഈ പരിശുദ്ധ അമ്മ പറഞ്ഞ വാക്കുകൾ ശ്രദ്ധേയമാണ്. അമ്മ ആശ്രഡാമിൽ പറഞ്ഞൊരു കാര്യമുണ്ട്. അമ്മ പറഞ്ഞ കാര്യമാണ്, ഓരോ ദിവ്യകാരുണ്യ ആരാധനാ നിമിഷങ്ങളിലും ഓരോ സക്രാരിക്കരികിലും എൻ്റെ അദൃശ്യമായ സാന്നിധ്യമുണ്ട്. അവിടെ വെച്ച് എന്നോട് ഞാൻ വഴി പ്രാർത്ഥിക്കുന്ന മക്കൾ, അല്ലെങ്കിൽ എന്നോട് പ്രാർത്ഥിക്കുന്ന മക്കൾ, ഞാൻ ആ പ്രാർത്ഥന എൻ്റെ തിരുപുത്രൻ്റെ കരങ്ങളിലേക്ക് കൊടുക്കും. ദിവ്യകാരുണ്യ സന്നിധിയിൽ ജപമാല അർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു കാര്യവും വൃഥാവിലാകില്ല. അതുകൊണ്ട് ആരും സംശയിക്കേണ്ട, എന്തിനായി കുർബാനയുടെ മുമ്പിൽ കൊന്ത ചെല്ലുന്നതെന്ന്. പ്രിയമുള്ളവരെ, പരിശുദ്ധ അമ്മ നമ്മളെ ദിവ്യകാരുണ്യത്തിലേക്ക് നയിക്കും. ആ ദിവ്യകാരുണ്യ ഊർജം നമ്മൾ നേടുമ്പോൾ, അത് നമ്മുടെ ഹൃദയത്തിൽ നിറയുമ്പോൾ, നമ്മുടെ ജീവിതം പിന്നെ ഇനി ഞാനല്ല, എന്നിൽ ക്രിസ്തു ജീവിക്കുന്നു എന്ന് പറയത്തക്ക വിധം മാറ്റിമറിയപ്പെടുകയാണ്. എന്താ സംഭവിക്കുന്നത്? നമുക്കറിയാമല്ലോ, കുർബാന സ്വീകരിക്കുന്നതിന് മുമ്പ്, അല്ലെങ്കിൽ ദിവ്യകാരുണ്യം വിളമ്പുന്നതിന് മുമ്പ് ആ കുർബാന പരികർമ്മം ചെയ്യുന്ന വൈദികൻ ചൊല്ലുന്നൊരു പ്രാർത്ഥനയുണ്ട്. നമ്മെ ജീവിപ്പിക്കുന്ന നമ്മുടെ കർത്താവ് ഈശോമിശിഹായുടെ പ്രസാദവരം നാം എല്ലാവരിലും സമ്പൂർണ്ണമാകട്ടെ. അപ്പോൾ ഈ ദിവ്യകാരുണ്യം സ്വീകരിക്കുന്നത് വഴി അവിടുത്തെ വരപ്രസാദം നമ്മളിൽ സമ്പൂർണ്ണമായി നിറയും. നമ്മുടെ ഓരോ കോശങ്ങളിലേക്കും നിറയാൻ തുടങ്ങും. അപ്പോൾ ആ നിറഞ്ഞത് തുളുമ്പി വഴുതി ഒഴുകാതെ, അതൊക്കെ കൃത്യമായ വിവേകപൂർവം നമ്മുടെ ഈ ദിവ്യകാരുണ്യ സ്നേഹം എവിടെയൊക്കെ ഞാൻ വിളമ്പണോ അവിടേക്കെല്ലാം വിളമ്പുവാൻ നമ്മളെ സഹായിക്കുന്നവൾ പരിശുദ്ധ അമ്മയാണ്. കാരണം അവൾ വരപ്രസാദപൂർണ്ണയാണ്. അപ്പോൾ ഈ നമ്മെ ജീവിപ്പിക്കുന്ന നമ്മുടെ കർത്താവ് ഈശോമിശിഹായുടെ പ്രസാദവരം നാം എല്ലാവരിലും സമ്പൂർണ്ണമാകട്ടെ. അതിന് നമ്മളെ സഹായിക്കുന്നവൾ വരപ്രസാദപൂർണ്ണയായ പരിശുദ്ധ അമ്മയാണ്. അപ്പോൾ അമ്മയോട് ചേർന്നാണ് ശുശ്രൂഷാവേദിയിൽ നമ്മൾ വർത്തിക്കേണ്ടത്. എപ്പോഴും അമ്മയുടെ കരം പിടിച്ച് നടക്കണം. അങ്ങനെ ആരെല്ലാം നീങ്ങിയോ
അവരെല്ലാം ഫലങ്ങൾ പുറപ്പെടുവിക്കുന്നവരായി മാറി. കാരണം എവിടെ വേണം, എവിടെ നിൽക്കണം, എങ്ങോട്ട് പോകണം, എന്തു ചെയ്യണം എന്നൊക്കെ നമ്മളെ പറഞ്ഞു തന്ന് കൂടെ നടത്തി യഥാർത്ഥ വഴികൾ തെളിച്ചു തരുന്നവൾ അമ്മയാണല്ലോ. അപ്പോൾ അമ്മയെ സ്നേഹിക്കുന്ന മക്കൾ കുർബാനയെ സ്നേഹിക്കും. കുർബാനയെ സ്നേഹിക്കാത്ത മക്കൾ അമ്മയെ ഒരിക്കലും സ്നേഹിക്കുന്നില്ല എന്ന് തന്നെയാണ് അതിൻ്റെ അടയാളം. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഇത് പറയുമ്പോൾ നമുക്കറിയാമല്ലോ, വിവിധ കാലങ്ങളിലൂടെയാണ് കുർബാനയുടെ പരികർമ്മത്തിൻ്റെ ഓരോ കാലവ്യത്യാസമുണ്ടല്ലോ. ദഹനകാലം, അതുപോലെ തന്നെ മംഗളവാർത്തക്കാലം, പിറവിക്കാലം, അങ്ങനെ കടന്നു വരുന്ന കാലങ്ങളിലെ ഒരു പ്രാർത്ഥന പ്രത്യേകിച്ച് നമുക്ക് തിരിച്ചറിയാൻ പറ്റും. ഒരു പ്രാർത്ഥന വളരെ ശ്രദ്ധേയമായി ഉണ്ട്. പ്രത്യേകിച്ച് നമ്മൾ പ്രാർത്ഥിക്കുന്നൊരു പ്രാർത്ഥന, പരിശുദ്ധ കുർബാന കൊടുക്കുന്നതിന് മുമ്പ് ഈ ശുശ്രൂഷി നൽകുന്നൊരു ആഹ്വാനം അതിപ്രകാരമാണ്: സുവിശേഷത്തിൻ്റെ ചൂടും വെളിച്ചവും നമ്മിലൂടെ പ്രസരിക്കുവാൻ ദിവ്യ പ്രേക്ഷിതൻ്റെ തിരുശരീരരക്തങ്ങൾ നമുക്ക് സ്വീകരിക്കാം. എങ്ങനെയാ? സുവിശേഷത്തിൻ്റെ ചൂടും വെളിച്ചവും നമ്മിലൂടെ പ്രസരിക്കുവാൻ ദിവ്യ പ്രേക്ഷിതൻ്റെ തിരുശരീരരക്തങ്ങൾ നമുക്ക് സ്വീകരിക്കാം. അപ്പോൾ ഈ ദിവ്യകാരുണ്യം സ്വീകരിക്കുന്നത് വഴി സുവിശേഷത്തിൻ്റെ ചൂടും വെളിച്ചവും നമ്മിലൂടെ പ്രസരിക്കും. അത് ലോകത്തിന് ദീപമായി ഭൂമിയുടെ ഉപ്പായി മാറത്തക്ക വിധം നമ്മളെ എല്ലായിടത്തേക്കും കർത്താവ് നയിക്കുന്ന അനുഭവത്തിലേക്ക് നമ്മൾ വഴിമാറ്റപ്പെടും. അതിന് സഹായിക്കുന്ന മാതൃകയാണ് പരിശുദ്ധ അമ്മ. അമ്മയുടെ ഉദരത്തിൽ ദിവ്യകാരുണ്യം നിറഞ്ഞപ്പോൾ, അമ്മയുടെ ജീവിതത്തിൽ പരിശുദ്ധ ദിവ്യകാരുണ്യം നിറഞ്ഞപ്പോൾ, ഈശോ നിറഞ്ഞപ്പോൾ, അമ്മ ഇതാ ജീവിക്കുന്ന വചനസാക്ഷിയായി മാറുകയാണ്. അതേ പ്രിയമുള്ളവരെ, അപ്പോൾ ഹൃദയത്തിൽ ഈശോ വേണം. എൻ്റെ ഒരു അനുഭവം ഞാൻ ഓർക്കുകയാണ്. എളിയ രീതിയിൽ ഈ ഗാനരചനാ മേഖലയിൽ പ്രവർത്തിക്കുന്നൊരു വ്യക്തിയാണല്ലോ ഞാൻ. അപ്പോൾ ഞാൻ പലപ്പോഴും പലയിടത്ത് പങ്കുവച്ചൊരു അനുഭവം കൂടിയായത്. എനിക്ക് 2 മക്കളുണ്ട്. അവരുടെ ബാല്യത്തിലേക്ക് ഞാൻ ഓർത്തു പോവുകയാണ്. ഒരിക്കലും ഒരു ക്രിസ്മസ് കാലത്ത് ഞാനൊരു നക്ഷത്രം വാങ്ങിക്കൊണ്ട് വീട്ടിലെത്തി. ഒരു സ്റ്റാർ വാങ്ങി വീട്ടിലെത്തി. മക്കൾ ഓടി വന്നു, എന്നോട് ചോദിച്ചു, മോൻ ചോദിച്ചു, ഇതെന്താ അപ്പേ ഇത്? ഞാൻ പറഞ്ഞു, എടാ നക്ഷത്രമാണ്, ഒന്ന് കാണിച്ചേ അപ്പേ. മോള് പറഞ്ഞു. ഞാൻ ആ പാക്കറ്റ് അവരുടെ കയ്യിലേക്ക് കൊടുത്തു. അവരത് തുറന്നു നോക്കി. മോള് പറഞ്ഞു, ഹായ് അപ്പേ, എന്നാ ശേല അപ്പേ നക്ഷത്രം കാണാൻ. എന്നിട്ട് വിടർത്തി. മോൻ പറഞ്ഞു, അപ്പേ ഇത് കെട്ടി തൂക്കിയിടപ്പേ. ഞാൻ പറഞ്ഞു, എടാ വൈകുന്നേരം ആകട്ടെ, സന്ധ്യയാകട്ടെ, ഇപ്പോൾ തൂക്കണമെന്ന് പറഞ്ഞു. പിള്ളേർ പറഞ്ഞതല്ല. ഞാൻ മുറ്റത്തെ ചില്ലയിൽ ഈ നക്ഷത്രം തൂക്കിയിട്ടു. ബൾബൊക്കെ ഫിറ്റ് ചെയ്ത് കണക്ഷനൊക്കെ കൊടുത്ത് റെഡിയാക്കി. മോൻ പറഞ്ഞു, അപ്പേ നക്ഷത്രം തെളിക്ക്. ഞാൻ പറഞ്ഞു, സന്ധ്യയാകട്ടെടാ. അങ്ങനെ സായന്തനമായി, സന്ധ്യയായി, ഇരുൾ വീണു. മോൻ പറഞ്ഞു, അപ്പേ നക്ഷത്രം തെളിക്ക്. നക്ഷത്രം തെളിച്ചു. മുറ്റം മുഴുവൻ പ്രകാശധോരണി പരത്തി ഈ നക്ഷത്രം മെല്ലെ ഇങ്ങനെ ആടുകയാണ്. മുറ്റം മുഴുവൻ പ്രകാശം നിറഞ്ഞിരിക്കുകയാണ്. മനോഹരമായ ഡിസൈനിങ്ങിലുള്ള നല്ല ഒരു നക്ഷത്രം. മോനും മോളും തുള്ളിച്ചാടി. കാരണം അവരുടെ കൊച്ചു ഹൃദയത്തിൽ കൗതുകമാണല്ലോ, സന്തോഷമാണല്ലോ, ആനന്ദമാണല്ലോ ഈ നക്ഷത്രം തരിക. ഇത് കണ്ട് എൻ്റെ ഭാര്യയും വന്നു. അവളും പറഞ്ഞു, ചേട്ടാ നല്ല നക്ഷത്രമാണല്ലോ, ഇത് എവിടെ നിന്നാണ് വാങ്ങിയത്? ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞു. നല്ല ഡിസൈനാണ് കേട്ടോ, ഭാര്യയും പറഞ്ഞു. ഞങ്ങളിങ്ങനെ നോക്കി, ഈ നക്ഷത്രത്തെ നോക്കി നിൽക്കവേ പെട്ടെന്ന് കറണ്ട് പോയി. മോൻ പറഞ്ഞു, അപ്പേ കറണ്ട് പോയ അപ്പേ. മോളും പറഞ്ഞു, കറണ്ട് പോയല്ലോ. ഞാൻ ശ്രദ്ധിച്ചു, കറണ്ട് പോയപ്പോൾ അവിടെ നക്ഷത്രം കെട്ടിത്തൂങ്ങിയിട്ടുണ്ട് എന്ന് പോലും തോന്നാത്ത വിധത്തിൽ ഇരുൾ നിറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. തെല്ല് സമയം കഴിഞ്ഞപ്പോൾ വീണ്ടും കറണ്ട് വന്നു, വീണ്ടും പ്രകാശം. അപ്പോൾ എൻ്റെ ഈ കുഞ്ഞുമോളോട്, അനുജത്തിയോട്, ചേട്ടായി എൻ്റെ മോൻ പറഞ്ഞു കൊടുക്കുന്നൊരു കാര്യം ഞാൻ വളരെയേറെ ശ്രദ്ധിച്ചു. എന്താണെന്നറിയാമോ? ഈ മോളോട് മോൻ പറഞ്ഞു കൊടുക്കുകയാണ്, കുഞ്ഞുമോളെ, നക്ഷത്രം എന്നാ ശേലാണേലും അതിൻ്റെ അകത്ത് ബൾബ് തെളിഞ്ഞില്ലെങ്കിൽ ഒന്നിനും കൊള്ളൂലാടി. നക്ഷത്രം എന്നാ ശേലാണേലും അതിൻ്റെ അകത്ത് ബൾബ് തെളിഞ്ഞില്ലെങ്കിൽ ഒന്നിനും കൊള്ളില്ല എന്ന്. ഒരു ചെറിയ കാര്യമാണെങ്കിലും അതിലൂടെ ഒരു വലിയ കാര്യം കർത്താവ് എന്നെ പഠിപ്പിച്ചു. എൻ്റെ പൊന്നുമോനെ, എന്തുമാത്രം ശുശ്രൂഷ ചെയ്താലും, എന്തുമാത്രം പാട്ടും മേളമൊക്കെ നടന്നാലും, നിൻ്റെ ഹൃദയത്തിൽ ഈശോ എന്ന വെൺപ്രകാശമില്ല എങ്കിൽ എത്ര ഡിസൈൻസ് ഉണ്ടെങ്കിലും അതൊക്കെ ശൂന്യമാണ്. പ്രിയമുള്ളവരെ, ആ ചിന്തയിൽ നിന്ന് ഒരു കൊച്ചു ഗാനം കുറിച്ചത്.
സ്നേഹത്തൂവാല കൊണ്ടു തുടയ്ക്കാം എൻ്റെ ഈശോയെ നിൻ പൂമുഖം. സ്നേഹപ്പൂമാല ഞാൻ കൊരുക്കാം ഈശോയെ നിൻ മാറിൽ ചാർത്താൻ. വാ വാ സ്നേഹരാജാവേ, എന്നുള്ളിൽ എന്നും വസിക്കാൻ. വാ വാ സ്നേഹത്തിൻ പൂനിലാവേ, എന്നുള്ളിൽ വെൺശോഭയേകാൻ. ആ ദിവ്യകാരുണ്യ സ്നേഹം ഹൃദയത്തിൽ നിറയുമ്പോൾ നമ്മളിൽ വെൺശോഭ നിറയും. പ്രിയമുള്ളവരെ, അതിന് നമ്മളെ സഹായിക്കുന്ന ദിവ്യകാരുണ്യത്തിൻ്റെ അമ്മയാണ് പരിശുദ്ധ മറിയം. അമ്മയെ മുറുകെ പിടിക്കാം. അമ്മ വഴി ദിവ്യകാരുണ്യനാഥനിലേക്ക് കടന്നു ചെല്ലാം. അമ്മേ, എപ്പോഴും ദിവ്യകാരുണ്യ ഈശോയെ ചേർന്ന് നിൽക്കാൻ ഞങ്ങളെ ഒരുക്കണമെന്ന് പ്രാർത്ഥിക്കാം. ഒരു നിമിഷം നമുക്ക് ഹൃദയപൂർവ്വം പ്രാർത്ഥിക്കാം. നല്ല മാതാവേ, ദിവ്യകാരുണ്യത്തിൻ്റെ അമ്മേ, സ്നേഹനാഥേ, ഞങ്ങളുടെ സങ്കേതമേ, ആശ്രയമേ, പരിശുദ്ധ മറിയമേ, അമ്മയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ജീവൻ്റെ ഏറ്റവും ഉൾത്തുടിപ്പായ, ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ധന്യതയാർന്ന, ഉന്നതിയായ, ശ്രേഷ്ഠതയാർന്ന കേന്ദ്രബിന്ദുവായ ദിവ്യകാരുണ്യം ഒരിക്കലും ഞങ്ങളിൽ നിന്ന്, അല്ലെങ്കിൽ ആ ദിവ്യകാരുണ്യത്തിൽ നിന്ന് അകന്നു പോകാതെ ഞങ്ങളെ അമ്മ ചേർത്ത് നിർത്തണമേ. ദിവ്യകാരുണ്യത്തിൻ്റെ നാഥേ, കൂട്ടായിരിക്കണമേ. ആമേൻ. അവൻ പറയുന്നത് നിങ്ങൾ ചെയ്യുവിൻ. ഇറ്റലിയിലെ ഒരു വന്യവൈദികനായിരുന്നു പാച്ചേലി. ഒരിക്കൽ അദ്ദേഹത്തിൻ്റെ മുറിയിലേക്ക് ഒരു കൂട്ടം നിരീശ്വരവാദികളായ അക്രമി സംഘം പാഞ്ഞെത്തി. കയ്യിൽ കിട്ടിയതെല്ലാം വാരിക്കൂട്ടി, തോക്കെടുത്ത് ചൂണ്ടി, മതവിശ്വാസം ഉപേക്ഷിച്ചില്ലെങ്കിൽ ഇപ്പോൾ നിങ്ങളുടെ നെഞ്ചിലേക്ക് നിറയൊഴിക്കും എന്ന് ആക്രോശിച്ചു. തെല്ലും ഭയക്കാതെ പാച്ചേലി ഉടനെ തന്നെ ഒരു കൈയിൽ കുരിശും മറുകൈയിൽ ജപമാലയുമേന്തി മുട്ടുകുത്തി കണ്ണടച്ച് പ്രാർത്ഥിച്ചു. അക്രമി സംഘം നിറയൊഴിച്ചില്ല എന്ന് മാത്രമല്ല, വേഗത്തിൽ തിരിച്ചുപോയി. 12-ാം പിയൂസ് എന്ന പേരിൽ വരും കാലങ്ങളിൽ പരിശുദ്ധ അമ്മയെ സ്വർഗാരോപിതയാണ് എന്ന് പ്രഖ്യാപിക്കാൻ ദൈവം കരുതി വെച്ച വലിയ നിധിയായിരുന്നു പാച്ചേലി എന്ന വന്യവൈദികൻ. ശരണപ്പെടുന്നവരെ ഒരിക്കലും ഉപേക്ഷിക്കാത്ത പരിശുദ്ധ അമ്മയോട് നമുക്കും പൂർണ്ണ ശരണത്തോടെ ഈ ഗാനത്തിലൂടെ പാടി പ്രാർത്ഥിക്കാം. അമ്മേ, ഞങ്ങളുടെ ജീവിതത്തിന് സദാസമയവും കാവലാകണമേ. യോഹന്നാൻ ശ്ലീഹയുടെ സുവിശേഷത്തിൽ 2-ാം അധ്യായത്തിൽ തിരുപുത്രനെ സമയത്തിലേക്ക് വിളിച്ചിറക്കുന്ന പരിശുദ്ധയമ്മയെ നമുക്ക് കാണാം. പരിശുദ്ധയമ്മേ, ദൈവമാതാവേ,
ഞങ്ങളുടെ ജീവിതത്തിൻ്റെ പ്രതിസന്ധി ഘട്ടങ്ങളിലേക്ക് തിരുക്കുമാരനോടൊപ്പം അമ്മ വന്ന് സ്നേഹത്തിൽ ഞങ്ങളെ പൊതിഞ്ഞ് അവലംബമാകണമേ. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, ജീവിത ദുഃഖത്താൽ വരഞ്ഞ് ഞങ്ങളുടെ ഹൃദയഭിത്തികളിൽ നിന്ന് യേശുവിൻ്റെ മുഖം മാഞ്ഞു പോകുമ്പോൾ സ്നേഹത്തിൻ്റെ തൈലം നിറച്ച് ഞങ്ങളെ വിശ്വാസത്തിൽ വളർത്തണമേ. അമ്മ ഞങ്ങളെ നിത്യവും കാത്തു പരിപാലിക്കണമേ. ശോകാർദ്രശൂന്യം ഹൃദയം സ്നേഹത്തിൻ വീഞ്ഞില്ലത്തിലും. ശോകാർദ്രശൂന്യം ഹൃദയം സ്നേഹത്തിൻ വീഞ്ഞില്ലത്തിലും. യേശുവിൻ നമ്മെ നീ വരുവേഗം സ്നേഹത്തിൻ്റെ പൂന്തണലേകാം. യേശുവിൻ നമ്മെ നീ വരുവേഗം സ്നേഹത്തിൻ്റെ പൂന്തണലേകാം. അമല മനോഹരി അമ്മേ, അവിടുത്തെ സ്നേഹത്തിൻ മടിയിൽ തലയൊന്നു ചായ്ക്കാൻ തുടിക്കും നിന്നുള്ളം. തലയൊന്നു ചായ്ക്കാൻ തുടിക്കും നിന്നുള്ളം. അരികിൽ നീ വരണമേ. ദൈവസ്നേഹത്താൽ നിറഞ്ഞ് പരിശുദ്ധ അമ്മയോട് ചേർന്നിരുന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മേ, ദൈവസ്നേഹത്താൽ ഞങ്ങളെ നിറയ്ക്കണമേ. ആവർത്തിച്ച് ചേർന്ന് പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മേ, ദൈവസ്നേഹത്താൽ ഞങ്ങളെ നിറയ്ക്കണമേ.